സ്പൈഡർമാനിയ റീ റിലീസ് ഇത്തവണ ഐമാക്സിലാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി 3 സിനിമകളും ഇവിടെ റിലീസുണ്ട്. ഇതുപോലുള്ള സിനിമകളുടെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള FRK മിസ്റ്റർ നിഖിൽ എത്തിയിട്ടുണ്ട്. ഐമാക്സിന്റെ സ്പൈഡർമാൻ സ്പെഷ്യൽ ഇൻട്രോയാണ് മിസ് ചെയ്തത്. സ്പൈഡർമാനിയ റീ റിലീസുകളുടെ ഭാഗമായിട്ട് ടോം ഹോളണ്ട് അഭിനയിച്ചിട്ടുള്ള, അതായത് MCUവിലുള്ള 3 സ്പൈഡർമാൻ സിനിമകളും റീ റിലീസായിട്ടുണ്ട്. സാധാരണ ഈ റീ റിലീസായിട്ടുള്ള ഇതിനു മുമ്പുള്ള ആൻഡ്രൂവിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടോബിയുടെ ആണെങ്കിലും ഇവരുടെ സിനിമകളെല്ലാം ഞാൻ ചൊവ്വാഴ്ച വരെ വെയിറ്റ് ചെയ്ത്, അതായത് 92 റുപ്പീസിൻ്റെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ടോം ഹോളണ്ട് അഭിനയിച്ചിട്ടുള്ള 3 സിനിമകൾ റീ റിലീസായിരിക്കുന്നത് സാധാരണ നോർമൽ സ്ക്രീനുകളിലും ഉണ്ട്, പക്ഷേ IMAX 3Dയിലും കൂടി ഈ സിനിമ റീ റിലീസായിട്ടുണ്ട്. അപ്പോൾ IMAX 3Dയിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 9 മണിക്ക് ഒരു സ്പെഷ്യൽ ഷോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്കിലെല്ലാം ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ സിനിപോളിസിൻ്റെ ആപ്പിലാണെന്നുണ്ടെങ്കിൽ സിനിപോളിസ് 25 എന്നുള്ളൊരു കോഡ്, ആ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 25% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 45 അല്ലെങ്കിൽ ചിലപ്പോൾ 80 ആ രൂപയ്ക്കായിരിക്കും കുറഞ്ഞ് കിട്ടുന്നത്. പക്ഷേ അത് 95 രൂപ ആവുന്നത് വരെ, അതായത് കൃത്യം 25% ആവുന്നവരെ നിങ്ങൾ വീണ്ടും റീ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 25% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഈ IMAXിൻ്റെ റേറ്റ്. ഈ റീ റിലീസുകൾക്ക് ഇവരിട്ടിരിക്കുന്ന റേറ്റ് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റേറ്റാണ്. 340, 360, 380 ഈ ഒരു റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഈ സിനിപോളിസ് 25 എന്നുള്ള കോഡ്, അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ മൊബിക്വിക്കിൻ്റെ UPI വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് 100 റുപ്പീസ് ഓഫ് കിട്ടും. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോർമൽ ഒരു ടിക്കറ്റ്, കൊച്ചിയിൽ ഒരു തിയേറ്ററിൽ ഒരു നോർമൽ ടിക്കറ്റിൻ്റെ റേറ്റിനാണ് നമുക്ക് IMAXിൽ നമുക്ക് ഈ പടം 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ 3D എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം. അതുകൂടാതെ നിങ്ങൾ മൊബിക്വിക്കിൻ്റെ വാലറ്റ് വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ടു എന്നാണ് പറയുന്നത്, ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 20-25 രൂപയോളമൊക്കെ നമുക്ക് വീണ്ടും ക്യാഷ് ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്രെഡിൻ്റെ UPI വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഈ 3 സിനിമകളും എങ്ങനെയൊക്കെ ഡിസ്കൗണ്ട് കിട്ടുക എന്നുള്ളതും ഞാൻ ഫേസ്ബുക്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിസ്സായിട്ടുള്ളവർക്കാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. ഇനി ഈ സ്പൈഡർമാൻ ഹോം കമ്മിങ് എന്ന് പറയുന്ന ഈ സിനിമ, ഇത് IMAXിൽ എനിക്ക് ആക്ച്വലി കാണാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പടം ഒരു സ്കോപ്പ് റേഷ്യോ ഫിലിമാണ്. അപ്പോൾ സ്കോപ്പ് റേഷ്യോ ആകുമ്പോൾ IMAXിൻ്റെ സ്ക്രീനിൽ ഫുൾ സ്ക്രീനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു കൗണ്ട് ഡൗൺ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കാണും. ഈ കൗണ്ട് ഡൗൺ ഈസ് സംതിങ് സ്പെഷ്യൽ. അത് IMAXിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു കൗണ്ട് ഡൗൺ ആയിരുന്നു. ഈ കൗണ്ട് ഡൗൺ 3Dയിൽ കാണാൻ കിഡിലനായിരുന്നു. പിന്നെ സിനിമ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, ഞാൻ മാത്രമല്ല, രാഹുൽ ഉണ്ടായിരുന്നു, അതുപോലെ നിഖിൽ ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ സ്പൈഡർമാൻ റീ റിലീസ് സിനിമകൾ IMAXിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചാൻസാണ്. കാരണം ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ഷോർട്ട് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളതിനു വേണ്ടി ഒന്ന് ചെറുതായിട്ട് മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമകൾ പിന്നീട് നമുക്ക് IMAXിൽ കാണാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ ഈ സിനിമയുടെ, അതായത് ഹോം കമ്മിങ് എന്നുള്ള സിനിമയുടെ അടുത്ത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫാർ ഫ്രം ഹോമിൻ്റെ ഒരു 50 മിനിറ്റോളം എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ, അതായത് എക്സ്പാൻഡഡ് ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ, അതായത് ശനിയാഴ്ചയുള്ള സിനിമ കാണാനായിട്ട് വീണ്ടും താല്പര്യമുണ്ടോ. പിന്നെ ഉള്ളത് നോവേ ഹോം സിനിമ എൻറ്റയർലി മുഴുവനായിട്ടും ഫുൾ സ്ക്രീനിലാണ് വരുന്നത്. ഫാർ ഫ്രം ഹോം ആണെങ്കിലും നോവേ ഹോം ആണെങ്കിലും ആൾക്കാർക്ക് താല്പര്യമുണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനായിരുന്നു ഫസ്റ്റ് പാർട്ടിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് IMAX ആണെന്നുണ്ടെങ്കിലും ഓക്കെ, നോർമൽ സ്കോപ്പ് ആണല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമ IMAXിൻ്റെ സ്പൈഡർമാൻ്റെ സ്പെഷ്യൽ കൗണ്ട് ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് കണ്ടില്ലെങ്കിൽ വളരെയധികം നഷ്ടമായി പോയാനെ. ഭയങ്കര ഇമേഴ്സീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 3D സീറോ കോസ്റ്റിംഗ് ആയിരുന്നു. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 3D എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിലൂടെ ലഭിച്ചത്. ഇതിൽ തന്നെ ആ ഒരു വാഷിങ്ടൺ ടവറോ അങ്ങനെ എന്തോ തോന്നുന്നു, എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ സ്പൈഡർമാൻ കയറുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസ് ആക്ച്വലി ഇത് IMAXിൽ 3D അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീൻ ഭയങ്കര രസമായിരുന്നു. അത് അത്രയും ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഞാൻ വാക്ക് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ദെൻ Q സിനിമാസ് ഇപ്പോൾ
പഴയ ഗോൾഡ് സൂക്കാണ്, ഇപ്പോൾ അത് പൂട്ടിപ്പോയി, ക്യൂ സിനിമാസും ഇപ്പോൾ ഇല്ല. അവിടെ ഞാൻ വാക്ക് എന്ന് പറഞ്ഞ സിനിമ 3D കണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് 3D എക്സ്പീരിയൻസുകൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവും. അപ്പോൾ അതിൽ അത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ താഴേക്കുള്ള ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്ന പോലുള്ള ഒരു 3D ഇല്ലേ, ആ ഒരു എഫക്റ്റ് എനിക്ക് ഈ സിനിമയുടെ 3D എനിക്ക് കിട്ടി. ഇത് നോർമൽ ആ ഒരു സാധാരണ സ്ക്രീനിലുള്ള 3D കാണുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുമോ എന്നെനിക്ക് സംശയമാണ്. പക്ഷേ ഈ ഒരു എഫക്റ്റ് ഈ പടത്തിൽ എനിക്ക് കിട്ടി. ഈ സിനിമയിൽ അങ്ങനെ നോക്കിയിട്ട് ഭയങ്കര വലിയ ആക്ഷൻ സെറ്റ് പീസസ് കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. എടുത്ത് പറയാനാണെങ്കിൽ ഈ വാഷിങ്ടൺ ടവറിൻ്റെ മുകളിൽ കയറുന്നൊരു സീക്വൻസ്, പിന്നെ ബോട്ടിൽ ഒരു ഷിപ്പിൻ്റെ ഒരു സീക്വൻസ്, പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും അത്ര ഭയങ്കര ഒരു വലിയൊരു ആക്ഷൻ സെറ്റ് പീസസ് ഉള്ള സംഭവമൊന്നുമല്ല. അങ്ങനെ ഒരു ചെറിയ സിനിമയാണ് ആക്ച്വലി. ഇത് മാർവലിൻ്റെ ഒരു ചെറിയ സിനിമകളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ പെടുത്താം, അങ്ങനത്തെ ഒരു സിനിമയാണ്. പക്ഷേ ആ വാഷിങ്ടൺ ടവറിൻ്റെ ആ സീക്വൻസ് ഗംഭീരമായിരുന്നു 3D. പിന്നെ എൻറ്റയർലി ഈ പടം 3D നല്ല രസമായിരുന്നു കാണാൻ. അതായത് ബ്രൈറ്റ്നസ്സിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഐമാക്സിൻ്റെ പ്രത്യേകതയായിരിക്കാം. അതായത് ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമ ഓൾറെഡി റിലീസ് ടൈമിൽ തന്നെ, അന്ന് MCUവിൻ്റെ പീക്ക് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് റിലീസ് ടൈമിൽ തന്നെ ഈ പടം ഞാൻ കണ്ടതായിരുന്നു. ഒറിജിൻ സ്റ്റോറി ഒന്നും ഇവർ ചൂസ് ചെയ്യാതെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മോഡേൺ ഹൈസ്കൂൾ കൈൻഡ് ഓഫ് സ്പൈഡർമാൻ, അതൊരു രസമുള്ളൊരു സംഗതിയായിരുന്നു ഈ സിനിമ റിലീസായ ടൈമിൽ. പിന്നെ ടോം ഹോളണ്ടിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും പുള്ളി നല്ല ചാമിങ് ആണ്. പിന്നെ ഒരു മെൻറ്റർ ആയിട്ട് ഇതിനകത്ത് ടോണി, അതായത് അയൺമാൻ ഉണ്ട്. അപ്പോൾ ആ മെൻറ്റർ പിന്നെ ഒരു പീറ്റർ, ഇവർ തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് ഇതെല്ലാം കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇതിലെ വില്ലൻ ആ വൾച്ചർ മൈക്കൽ കീറ്റൻ്റെ ഈ ഒരു വില്ലനും നല്ല രസമുള്ളൊരു, സാധാരണ സ്പൈഡർമാൻ്റെ സിനിമകളിലെ വില്ലനിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യോ എക്കണോമിക് ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് പുള്ളി ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരു കാര്യമായിട്ട് ഒരു റിയലിസ്റ്റിക് കൈൻഡ് ഓഫ് വില്ലനായിരുന്നു ഇതിനകത്ത് മൈക്കൽ കീറ്റൺ, അത് വെച്ച വൾച്ചർ. പിന്നെ ഇതിനകത്ത് വരുന്ന ഹൈസ്കൂൾ ആ കോമഡി ടൂൺ, ആ നെഡ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതൊക്കെ ആക്ച്വലി ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കുറേ ഹിലേരിയസ് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള ന്യൂയോർക്ക് സിറ്റീനെ മൊത്തത്തിൽ മുൾമുനിയിൽ നിർത്തുന്ന ആ ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം ഒന്നും അല്ലാതെ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ്, ആ ഒരു നെയ്ബർഹുഡ് പ്രോബ്ലം പരിഹരിക്കുന്ന സ്പൈഡർമാൻ രീതി, ആ രീതിയിലേക്കുള്ള ഒരു ടേക്കാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ സമയത്ത് ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്ന പടമായിരുന്നു. എന്നാൽ പോലും ഇതിൽ ഒരു ടൂ മച്ച് ഓഫ് അയൺമാൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആ ഒരു ഷിപ്പ് സീക്വൻസ് ഒക്കെ ആണെങ്കിൽ തന്നെയാണ് അതിനകത്ത് അയൺമാൻ വരുന്നു. അങ്ങനെ ഒരു ടൂ മച്ച് ഓഫ് കൈൻഡ് അയൺമാൻ്റെ ഒരു അതും അന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അന്ന് റിട്ടേൺ വ്ളോഗായിരുന്നു, റിട്ടേൺ വ്ളോഗിൽ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു അതായത് ഒരു അയൺമാൻ ലൈറ്റ് ആ രീതിയിലേക്കുള്ള, അതായത് അതിൻ്റെ പീറ്ററിൻ്റെ സ്യൂട്ടിൽ കാണിക്കുന്ന ഒരുപാട്, അതൊരു അയൺമാൻ്റെ സ്യൂട്ടിലുള്ള പോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ആയിരുന്നു. ഒരു കോമിക് ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ, ആ ഒരു സംഭവങ്ങളൊന്നുമില്ല. വിത്തൗട്ട് സ്യൂട്ട് ഐ ആം നത്തിങ് എന്തോ പീറ്റർ പറയുമ്പോൾ ടോണി പറയുന്ന മറുപടി. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം ഇതിലുണ്ടെങ്കിൽ പോലും ഈ പടം മൊത്തത്തിലൊരു സ്പൈഡർമാൻ എന്നതിനേക്കാൾ ഉപരി ഒരു അയൺമാൻ്റെ അവരുമ്മിലുള്ള ആ ഒരു അയൺമാൻ കൊടുക്കുന്ന സ്യൂട്ട്, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പം അതിനകത്തൊക്കെ ആയിട്ടുള്ള അതൊരു നെഗറ്റീവായിട്ട് അന്നേ ഫീൽ ചെയ്തിരുന്നു. അത് സ്റ്റിൽ ഇപ്പോഴും കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള അതായത് അടുപ്പിച്ച് ഇത് പറഞ്ഞ ടോബിയുടെ ആണെങ്കിലും ആൻഡ്രൂവിൻ്റെയൊക്കെ സ്പൈഡർമാൻ കണ്ടു കഴിഞ്ഞ് പിന്നീട് ഈ സിനിമ കാണുമ്പോൾ അതൊരു നെഗറ്റീവ് കുറച്ചും കൂടി കൂടുതലായിട്ട് മുഴച്ചേക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ലിസ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അതിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ അത്ര പ്രോപ്പറായിട്ടൊന്നും വരുന്നില്ല. ബട്ട് സ്റ്റിൽ അതിനകത്തൊരു ഗ്രേറ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മൈക്കൽ കീറ്റൻ്റെ ക്യാരക്ടർ ഫാദറാണെന്നുള്ളത് അതൊരു സർപ്രൈസ് എലമെൻ്റ് ആയിരുന്നു ആക്ച്വലി. ആ ഒരു സംഭവം വരുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ല, ആ സമയത്തായിരുന്നു വന്നത്. അതൊക്കെ ആക്ച്വലി നൈസായിരുന്നു. എന്നാലും പിന്നെ ഈ സിനിമയിലെ മൊത്തത്തിലുള്ള എല്ലാ സിനിമയിലും ഒരു ഡേഞ്ചർ ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതൊന്നും ഭയങ്കര ഒരു വലിയ ഡേഞ്ചറായിട്ട് ഒരു ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് സ്റ്റിൽ അത് ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്കത് പോസിറ്റീവ് ടൈക്കിലെടുക്കാം. കാരണം അതൊരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ്റെ ഒരു നെയ്ബർഹുഡ് കൈൻഡ് ഓഫ് പ്രോബ്ലം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് അല്ല. പിന്നെ ബാക്കിയുള്ള സ്പൈഡർമാൻ, ഇപ്പോൾ ടോബിയുടെ സ്പൈഡർമാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പൈഡർമാൻ 2 ഇതെല്ലാം ഗ്രേറ്റസ്റ്റ് ഫിലിമാണ്. സൂപ്പർ ഹീറോ ജോണിൽ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫിലിമാണ്. ഇനി ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാൻ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു വെബ് സ്വിങ്ങിങ് സീക്വൻസൊക്കെ, ആ വെബ് സ്വിങ്ങിങ് ഭയങ്കര സൂപ്പർബായിട്ടാണ് ആ പടത്തിൽ വന്നിരിക്കുന്നത്. അമേസിങ് സ്പൈഡർമാൻ 2 ആ ഒരു 3D എഫക്ട്സ് ഒക്കെ അവതാറിന് ശേഷം ഏറ്റവും ബെസ്റ്റ് 3D എഫക്ട്സ് എന്നൊക്കെയാണ് ഫേസ്ബുക്കിൽ എൻ്റെ ഒരു പ്രണവ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് പറഞ്ഞത്. പുള്ളി എല്ലാ പടങ്ങളും ഇവിടെയല്ല, നമ്മുടെ ശരിക്കുള്ള ഐമാക്സിൽ പുള്ളി പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ പുള്ളി പടങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു അമേസിങ് സ്പൈഡർമാൻ്റെ 3D എഫക്ട്സ് ഒക്കെ അത്ര ഗംഭീരമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഐക്കോണിക് എന്ന് പറയാവുന്ന ആ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ആക്ഷൻ സീക്വൻസോ അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ഒന്നുമില്ല. സ്റ്റിൽ ഈ പടം ഐമാക്സിൽ കണ്ടതുകൊണ്ട് ആ ഒരു വാഷിങ്ടൺ ടവറോ മോണ്യുമെൻറ്റോ അതിനകത്തുള്ള സീക്വൻസിൻ്റെ അതിൻ്റെ 3D അതിൻ്റെ ഡെപ്ത്ത് ഇതൊക്കെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. ഈ സിനിമ ശരിക്കും കണ്ടില്ലെങ്കിൽ തന്നെ നഷ്ടമായി പോയി. അതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് ഈ 3 സ്പൈഡർമാൻ പടങ്ങളും ഐമാക്സിൽ ഞാൻ കംപ്ലീറ്റ്ലി അപ്പം തന്നെ ഞാൻ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഈ 3 സിനിമകളും ഐമാക്സിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഐമാക്സിൽ എനിക്ക് തോന്നുന്നു ഷോ ടൈം
ഈ 3 ദിവസങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങാതെ അടുത്ത അതായത് വീക്ക് ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ ആ ഒരു ടൈമിലും കൂടിയൊക്കെ വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഫേവറബിൾ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും കാണുക. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഡിസ്കൗണ്ട് കിട്ടുന്നതെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫാർ ഫ്രം ഹോമിൻ്റെ ഐമാക്സ് റിവ്യൂ ആയിട്ട് കാണാം.